വന്നേ? കൊച്ചിയിൽ എന്തിനാ വന്നേ പറ. ഗായ്സ്, വെൽക്കം ടു ഡി വ്ളോഗ്സ്. മന്മദരാസയിലെ സോങ് കേട്ടോണ്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ കൊച്ചിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ്, എങ്ങോട്ടാണ് എന്നൊക്കെ ഉള്ളത് ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വെറുതെ അതിൻ്റെ സസ്പെൻസ് പൊളിക്കുന്നില്ല. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരൂ. ക്യാമറ ആക്ഷൻ സ്റ്റാർട്ട്. എന്താണ് പറയൂ? ഓൺ വോയിസ് ചെയ്യാൻ പറഞ്ഞിട്ട് തന്നെ എന്താണെന്ന് പറയാണ്ട് എന്താ പറയാ? നമ്മൾ നേരെ കൊച്ചിയിൽ എന്തിനാ വന്നേ? കൊച്ചിയിൽ എന്തിനാ വന്നേ പറ. അപ്പം എല്ലാരും ചോദിക്കും ഞാൻ എന്താ വീഡിയോ ഇടാത്തത്. ശരിയാണ്, എന്താ ഞാനും ചോദിക്കണം, എന്താ വീഡിയോ ഇടാത്തത്? സമയം കിട്ടണ്ടേ? എനിക്കെന്താ ഇത്ര സമയമില്ലാത്തത്? ഒരു പണി എടുക്കാതിരിക്കുന്നത് എനിക്ക് എന്താണ് സമയത്തിന് ഉള്ള പ്രശ്നം? ഞാൻ ഭയങ്കര ബിസിയാ. അറിയാം, എന്റെ കല്യാണ വരുന്ന 18-ന്. പിന്നെ എനിക്ക് ബിസി ഉണ്ടാവില്ലേ? അവിടുന്ന് അച്ഛനും അമ്മയും അതിനോടി നടക്കുന്നു, താനും അവിടെ വെറുതെ ഇരിക്കും. എനിക്ക് ദിവസം പോക്കിന്റെ പണി. പർച്ചേസ്, പിന്നെ ഷോപ്പിംഗ്. ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണല്ലോ. നമ്മള് കൊച്ചിയിലേക്ക് ഡേറ്റ് എടുക്കാൻ പോവാണ്. കൊച്ചിയിൽ ഞങ്ങൾ ജില്ല വിട്ടുള്ള കളിയാട്ടോ. എല്ലാവരും നമ്മളെ നാട്ടിൽ തന്നെയല്ലേ എടുക്കുന്നത്. പക്ഷെ പോയിട്ട് എന്താവുന്നൊന്നും അറിയില്ല. പോയി നോക്കി എടുത്തു കഴിഞ്ഞാൽ അറിയാം എന്താവുന്നത്. അപ്പൊ നമ്മള് 2 സ്ഥലം അടുത്താണ്. ഇതിപ്പോ എന്തായാലും നാം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും അറിയും. അതല്ല, അതിനു മുമ്പ് എന്തായാലും സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും. ഇല്ല, അതിനു മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന 1 മാസത്തിന് ശേഷം. അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് വീഡിയോ എന്താ. എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്കൊന്നും മെസ്സേജ് അയക്കാൻ ആഗ്രഹമില്ല. ഇൻസ്റ്റാഗ്രാമൊക്കെ ഡെഡ് ആയി. എനിക്ക് കുറെ കുട്ടികൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ചിലര് കമന്റ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇടും. എല്ലാരോടും ഞാൻ വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കുന്നതാണ്. നമ്മുടെ ഇനി നെക്സ്റ്റ് വരെ മിക്കവാറും സേവ് ദ ഡേറ്റിന്റെ വ്ളോഗായിരിക്കും. പിന്നെ ഒരു Q&A പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്, അതും ചെയ്യണം. കല്യാണത്തിന് മുന്നേന്നും പറഞ്ഞിട്ട് മിക്കവാറും കല്യാണത്തിന് ശേഷമായിരിക്കും. അല്ല, ഞാൻ അതിന് മുന്നേ മാക്സിമം ചെയ്യും. അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന കല്യാണത്തിന് മുമ്പേ ഉള്ള ഇതാ. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരുമിച്ചെടുക്കാം. പിന്നെന്താ നമ്മളെ കോസ്റ്റ്യൂമും ഒന്നും ഇപ്പൊ പറയുന്നില്ല. എല്ലാവരും സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ കൊളായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അശ്വ എന്നെ വീട്ടിൽ വന്ന് കൂട്ടി. 12 മണിക്ക് എന്നോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ട് അശ്വ 2 മണിക്കാണ് എന്റെ വീട്ടിൽ വന്നത്. എന്നിട്ട് എത്ര മണിക്കാണ് ഇറങ്ങിയെന്ന് ചോദിച്ചു നോക്കി. ഞാൻ 12 മണി എന്ന് പറഞ്ഞ എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് അങ്ങനെയാണെങ്കിൽ 2 മണിക്കെങ്കിലും റെഡി ആവില്ലോ എന്ന് വിചാരിച്ചിട്ട്. ബട്ട് 2 മണിക്ക് ഞാൻ അവിടെ എത്തി. എന്നിട്ട് എത്ര മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ചോദിച്ചു നോക്കിയാൽ 2 മണിക്ക് എത്തിയിട്ട് ഞാൻ 2:05 റെഡിയായി അശ്വയുടെ കഥയും പറഞ്ഞു. ശരിയാണ്, 2 മണിക്ക് ഞാൻ വീട്ടിലെത്തിയിട്ട് 2:45 2:45 കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ടായിരുന്നു ഞാൻ 12 മണി എന്ന് പറഞ്ഞത്. സ്ഥിരമുള്ള പരിപാടിയാണ്, അത് ആദ്യമായിട്ടൊന്നുമല്ല, എപ്പോഴുള്ളതാ. ഒരു സമയം
ആദ്യം എല്ലാം എനിക്ക് യൂട്യൂബിന് വേണ്ടി എല്ലാം ചെയ്യുന്നത് വ്ളോഗ് ഒക്കെ എഡിറ്റ് ചെയ്ത് തരുന്ന കശിയായിരുന്നേ. അതെ, അതുകൊണ്ട് അത് എന്റെ തലയിൽ തന്നെ കെട്ടി വെച്ച ഒരു ശീലമാക്കി കിടക്കും. പിന്നെ ഇപ്പൊ കൊറേ എല്ലാം പോയി. എന്റെ ഓറഞ്ച് ബിസ്ക്കറ്റ് ഒക്കെ താഴെ പോയി. ഒരു മിനിമം ഇതിലൊക്കെ ബ്രേക്ക് പിടിക്കണം. അതെ, എന്നിട്ട് ഞാൻ പിന്നെ മറ്റവന്റെ ബാക്കിൽ പോയിട്ട് ഇടിക്കാം. എനിക്ക് വിശന്നിട്ട് വയ്യ. ബാലുശ്ശേരി. അപ്പം ഞങ്ങളുടെ സ്ഥിരം ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി നോക്കട്ടെ, എനിക്ക് കഴിക്കാൻ വല്ലതും കിട്ടുമോ. വിശന്നിട്ട് രണ്ടൊന്നും കാണില്ല. എന്നോട് ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്റെ ഒരു മൊയ്ത്തോ തൊട്ട് പോയത്. ഞാൻ വീഡിയോ ഓണാക്കണ്ട് കുടിച്ച അങ്ങനെ അശീൻ്റെ ഷവർമയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ലെൻസ് കാർട്ടിലോട്ടാണ് പോയത്. എനിക്ക് 2 ഗ്ലാസ് എടുക്കേണ്ടായിരുന്നു, ഐ മീൻ സൺഗ്ലാസേ. അതായത് നമ്മൾ സേവ് ദ ഡേറ്റിലാണല്ലോ പോകുന്നത്, അതിൻ്റെയും കൂടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഗ്ലാസ് ഒക്കെ എടുത്ത്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇതാണ് അഭിചേട്ടൻ, അശീൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അഭിയും കൂടെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എനിക്ക് വ്ളോഗ് എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്ന്. നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറേ വീഡിയോസൊക്കെ എടുത്തു തന്നു. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പിന്നെ വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഓറഞ്ചും പിന്നെ ബിസ്ക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഓറഞ്ചൊക്കെ കഴിച്ച് ടൗണിലെത്തിയപ്പോഴേക്കും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ തന്നെ ഓൾറെഡി ലേറ്റായി. മിക്കവാറും കൊച്ചിയിലെത്തുമ്പോൾ രാത്രിയാവും എനിക്കറിയാം. പോകുന്ന വഴിക്ക് പിന്നെ എവിടെയോ എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ബാക്കിയാണ് ക്യാമറ. ക്യാമറമാൻ അശ്വിൻ. ദേവുവിൻ്റെ ബീഫ് ഫ്രൈ, ചപ്പാത്തി, ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊച്ചിക്ക് വെച്ച് പിടിച്ചു. രാത്രി, അതായത് പാതിരാത്രി ഒരു 12:30-1 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കൊച്ചി എത്തിയത്. കൊച്ചി എത്തി റൂമൊക്കെ നോക്കി അങ്ങനെയാണ് സെറ്റായത്. ആ ഒരു സമയമായി കേട്ടോ. അപ്പോൾ ഇനി നാളെ ഏർലി മോർണിംഗ് നമുക്ക് ഷൂട്ടുണ്ട്.
അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം. One day later. ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങളിതാ രാവിലെ 7:30 ആയപ്പോൾ ഷൂട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ഒക്കെ ചെയ്തത് സിജുവേട്ടൻ ആൻഡ് ടീമാണ്. ഞങ്ങളുടെ എല്ലാവർക്കും, അതായത് എൻ്റെ ചേച്ചിയുടെ വെഡ്ഡിങ് തൊട്ട് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റും ഇപ്പോൾ ദാ ഞങ്ങളുടെ കല്യാണം എല്ലാവർക്കും ചെയ്യുന്നത് സിജുവേട്ടൻ ആൻഡ് ടീമാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, നമ്മൾ എല്ലാ പരിപാടിക്കും ഇവരെ വിളിക്കണമെങ്കിൽ അത്രയും നമുക്ക് വർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കുമല്ലോ. ആണ്. അപ്പോൾ അടിപൊളി വർക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ടെല്ലാം ചെയ്യും. എല്ലാം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ഏത് രീതിയാണെങ്കിലും അവർ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ടൈമിലേ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ് ഇങ്ങനെ ഓരോ ഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ് ടീം അടിപൊളിയാണ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാനിവിടെ കൊടുത്തേക്കാം. ഫൈനൽ കട്ട് സ്റ്റോറീസ് എന്നാണ് അവരുടെ ടീമിൻ്റെ പേര് വരുന്നത്. ഇൻസ്റ്റഗ്രാം ID ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടാൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ എൻ്റെ സേവ് ദ ഡേറ്റ് ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ, എന്നിട്ട് പറയുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞങ്ങൾ ആക്ച്വലി 3 കോസ്റ്റ്യൂമിലാണ് സേവ് ദ ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 അവർ സജസ്റ്റ് ചെയ്തതാണ്, 1 ഞങ്ങളോട് സെലക്ട് ചെയ്യാനും പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങളുടെ സെലക്ഷനാണ് കേട്ടോ. ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഈ കോസ്റ്റ്യൂമിലുള്ള വീഡിയോസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി 2 അടുത്ത വ്ളോഗിൽ വരും. അപ്പോൾ ഈ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. എനിക്ക് മാച്ചാണോ ഒക്കെ ഉള്ളത് പറയണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോസ്റ്റ്യൂം കിട്ടുമോ എന്നുള്ളത് അറിയില്ലായിരുന്നു. കാരണം ഇത് ഞങ്ങൾ ഓൺലൈനിൽ എടുത്തതാണ് കേട്ടോ. അതും ലാസ്റ്റ് നിമിഷമാണ് നോക്കി അവസാനം എന്തെങ്കിലും ആവട്ടെ ഇത് ഓക്കെ സെലക്ട് ചെയ്യാനും പറഞ്ഞിട്ട് എടുത്തു. പക്ഷേ അപ്പോഴേക്കും ദിവസം കുറേ ഇങ്ങനെ പോയി. എനിക്ക് തോന്നുന്നു 3-4 ദിവസത്തിൻ്റെ മുന്നെയാണ് ഇത് ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കിട്ടുമോ എന്നുള്ള പേടിയിലായിരുന്നു. ഞങ്ങൾ കൊച്ചിയിലേക്ക് വരുന്നതിൻ്റെ ജസ്റ്റ് തലേ ദിവസമാണ് ഡ്രസ്സ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ആ ടെൻഷൻ, അത് ഭയങ്കര ടെൻഷനായിരുന്നു കിട്ടുമോ എന്നുള്ളത്. ശരിക്കും പണി കിട്ടുമെന്നാണ് വിചാരിച്ചത്, ബട്ട് രക്ഷപ്പെട്ടു ഗൈസ്. അതിനിടയിൽ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് വെക്കുന്നുണ്ട്. ഇത്തിരി റൊമാൻസ് ആവാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നടന്നില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഭയങ്കര പ്രോ ഡാൻസേഴ്സ് ആയതുകൊണ്ട് അലമ്പാവുമല്ലോ. അങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പം നമുക്ക് ബാക്കി വീഡിയോസ് എന്തായാലും നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. എങ്ങനെയുണ്ട് സേവ് ദ ഡേറ്റും ഈ ഒരു കോസ്റ്റ്യൂമിലൊക്കെ സേവ് ദ ഡേറ്റ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നമ്മളിതാടാ. I'm good. Hi. Okay. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ സേവ് ദ ഡേറ്റ് പാർട്ട് 1 വീഡിയോ ആണ്. ഇനി നമുക്ക് പാർട്ട് 2 ആയിട്ട് കാണാം. ഞാൻ വീഡിയോസ് ഇടാൻ ലേറ്റ് ആയതുകൊണ്ട് ഒരുപാട് പേർ എന്നോട് പിണക്കത്തിലാണെന്ന് അറിയാം. ആരും പിണങ്ങരുത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാം. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അപ്പോൾ സോറി. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പാർട്ട് 2 വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.